ഹായ്. ഇന്നലെ നമ്മളെല്ലാവരും കൂടി ഒരു 6-7 മണി സമയത്തൊരു യാത്ര പോയി. അപ്പോൾ ഇറങ്ങിയപ്പോൾ അതാ മഴ വലുതായിട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ പെയ്തില്ല. അങ്ങനെ ഞാൻ വീഡിയോ വിളിച്ച് മോൻ പറഞ്ഞ് അമ്മയ്ക്ക് എപ്പോഴും ഈ വീഡിയോ പിടിക്കുന്ന കാര്യം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ പോടാ എന്ന് പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരുമ്പോൾ ചേട്ടൻ വന്ന് വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അങ്ങനെ നമ്മളൊരു പെട്രോൾ പമ്പിൽ ഇറങ്ങി. അങ്ങനെ ചേട്ടൻ വണ്ടി പെട്രോൾ അടിക്കുന്നു. അപ്പോഴും ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ എൻ്റെ മോൾ വളരെ സന്തോഷത്തോടെ ഇന്നിങ്ങനെ തലയാട്ടി. മോനാണെങ്കിൽ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് മുഖം തിരിച്ച് വെച്ചിട്ടാണ് നിന്നത്. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് അവിടുന്ന് നേരെ തിരിച്ചു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പോയ ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരണ വഴിക്കും ചേട്ടൻ ചോദിച്ച് തട്ടുദോശ കഴിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ തട്ടുദോശ കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ മോൾ പറഞ്ഞു തട്ടുദോശ വേണ്ട, അവൾക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ടയും ചിക്കനും ഓർഡർ ചെയ്ത്. അങ്ങനെ അപ്പോഴും ഞാൻ വീഡിയോ എടുത്തു. അപ്പം മോൻ പറഞ്ഞു ഈ അമ്മയ്ക്ക് ഏത് സ്ഥലത്ത് പോയാലും വീഡിയോ എടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടനാണെങ്കിൽ ഈ വീഡിയോയിൽ വന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ചേട്ടന് എന്നെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വീഡിയോ പിടിക്കാതെ ആഹാരം കഴിക്കാനില്ല വന്നിരിക്കുന്ന, ആഹാരം കഴിക്കുന്നു. അപ്പം ഗ്രേവി ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി കറി ഉണ്ടായിരുന്നു, അപ്പം ചിക്കൻ ഉണ്ടായിരുന്നു. ഫ്രൈ ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാ പൊറോട്ടയും എനിക്ക് 3 പൊറോട്ടയും കറിയും. എന്നപ്പോൾ നല്ല ടേസ്റ്റ് കഴിച്ചപ്പോൾ. അങ്ങനെ നല്ല ടേസ്റ്റ്. അതാ എല്ലാവരും കഴിച്ച് തീർന്നു. അങ്ങനെ നോക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്താണെങ്കിൽ ശകലം നല്ലതായിട്ട് മൂത്ത് പോയി. അപ്പം കടിച്ചിട്ടാണെങ്കിൽ ചിലതൊന്നും കടിപ്പെടുന്നില്ല. അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ വീണ്ടും പറഞ്ഞു നീ കഴിക്കേ, ഇനിയിപ്പോൾ എന്തായാലും കൊള്ളാം, അല്പം മുരിഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം അതിൽ ഈ സവാളയൊക്കെ ഇട്ട് ഇങ്ങനെ മരിച്ചില്ല. ഞാൻ അതൊന്നും വിട്ടില്ല. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചില്ലേ, എന്തിന് കളയണേ, അതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. പിള്ളേർ മതിയാക്കി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കണം നോക്കിക്കൊണ്ടിരുന്നു. അത് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. വണ്ടി കയറി ഇതാ നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് അങ്ങനെ വീട്ടിൽ പോകാനാണ്. അപ്പോഴും മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു, തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ റെഡിയായി. അപ്പം അവിടെ നിന്ന് വീണ്ടും പറയാണ് അമ്മ എല്ലാത്തിനും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാറശാലയല്ലേ എൻ്റെ വീടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഇതാ പാറശാല വീടെത്താറ അങ്ങനെ കുറേ ദൂരം പൊയ്ക്കൊണ്ടിരിക്കുന്ന. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് 2-3 വീട്ടു സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ്. അപ്പം തേങ്ങയും കുക്കിംഗ് ഓയിലും വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ കടയിലിറങ്ങി. അങ്ങനെ ഞാൻ കടയിലിറങ്ങി സാധനങ്ങൾ വാങ്ങിച്ചപ്പം കടയിലെ ആൻറ്റി ആയിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ആൻറ്റിയെ ഞാൻ കാണിച്ച്, ഈ കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം മോനും പറഞ്ഞ് അവർക്ക് മിഠായി വേണമെന്ന് പറഞ്ഞ്. അപ്പം പച്ച കളർ പാക്കറ്റുള്ള ഒരു 4 മുട്ടായി, അത് 1 രൂപയ്ക്കുള്ള മുട്ടായിയാണ്. അത് 4 ഞാൻ എനിക്കും ചേട്ടനെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത്. പിന്നെ മോൾ പറഞ്ഞ് മോൾക്ക് റെഡ് കളർ പാക്കറ്റുള്ള മുട്ടായി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ ഇരുന്നതിൽ റെഡ് കളർ പാക്കറ്റുള്ള മുട്ടായി അതും ഒരു 4 ഞാൻ അവർക്ക് 2 പേർക്കും വാങ്ങിച്ചു കൊടുത്തു. ഇതാണത്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഹാപ്പിയായി. പിന്നെ വാങ്ങിച്ച സാധനത്തിനും ഈ വാങ്ങിച്ച മിഠായിക്കുള്ള പൈസയെല്ലാം കൊടുത്ത് റെഡിയായി. നമ്മളവിടെ നിന്ന് നേരെ ഇനി വീട്ടിലോട്ട് വരാനുള്ള പ്ലാൻ. അങ്ങനെ ഇതാണ് ആ കട. അങ്ങനെ നമ്മളെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.